നമസ്കാരം. വളരെ വൈകിയതിൽ ക്ഷമ ആദ്യമേ ചോദിക്കുകയാണ്. കുറച്ച് നേരത്തെ പ്രതികരിക്കേണ്ടതായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടതാണ്, പക്ഷെ സംഗതി വിട്ടുപോയി. ഇന്ന് വീണ്ടും കണ്ടപ്പോഴാണ് ഒന്ന് പ്രതികരിക്കണം തോന്നിയത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ക്ഷമാപണം. സഖാവ് എന്ന പേരിന് കളങ്കം വീഴ്ത്തിയ ഒരു ഗുണ്ടയുടെ പ്രകടനം ഞാൻ ഇന്ന് വീണ്ടും കണ്ടു. ഗുണ്ട എന്നല്ലാതെ മറ്റൊരു പേരും അയാളെ വിളിക്കാൻ കഴിയുന്നില്ല. ഗുണ്ട എന്ന് പറഞ്ഞാൽ തെരുവ് ഗുണ്ട. ഇതിനേക്കാൾ എത്രത്തോളം മോശമായ ഒരു ഗുണ്ട എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ അയാളെ വിശേഷിപ്പിക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രവർത്തകരെ പൊതുവെ നമ്മൾ ഗുണ്ടകളെന്നും അല്ലാതെയും ഒക്കെ നമ്മൾ തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരു അല്പം കാര്യമൊക്കെ ആയിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ ഇതതുപോലെയല്ല. ഇത് പക്ക ഗുണ്ട, കാണിച്ചത് അതീവ ഗുണ്ടായുസം. ഇവനെയൊക്കെ ആരാണ് നേതാക്കന്മാരായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സഖാവ് എന്നുള്ള പദം ഇവനൊന്നും ഒരു തരത്തിലും യോജിക്കുന്നില്ല. ആ കുട്ടിയുടെ, അതായത് കുറച്ച് കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ആ കുട്ടീനെ ചെകിട്ടത്ത് കൊടുക്കുക. ചെറിയ കുട്ടി, അത് ആൺകുട്ടിയാണ്, അവൻ നിലവിളിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ ചെന്ന ആ സ്ത്രീയെ തലങ്ങും വലങ്ങും തല്ലുക. എന്തൊരു മോശം പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. അയാള് സഖാവ് എന്ന് പറയാം. അയാളൊരു ഒരു പൊളിറ്റീഷ്യൻ അല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ. CPM ആരായിക്കോട്ടെ, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. യവനെയൊക്കെ ഈ നേതാക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്ന വലിയ നേതാക്കന്മാരെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും ഇയാൾ സഖാവായിരിക്കും. ജാമ്യമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടു. ജാമ്യമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഏതായാലും ഈ ഗുണ്ടയെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു പാർട്ടിയും ഗുണം പിടിക്കൂല, അല്ലെങ്കിൽ ഇതുപോലുള്ളവന്മാരെ വെച്ച് പൊറപ്പിക്കുന്ന ആരും ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവും, അടികൾ ഉണ്ടാവും. നമ്മൾ നവകേരള ധൂർത്തിൽ ഒരുപാട് അടിയും ബഹളവും ഒക്കെ കണ്ടു. ഓക്കെ, അതൊക്കെ വലിയ പ്രതിഷേധത്തിന് കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അടികളാണെന്ന് കൂട്ടാം, അല്ലെങ്കിൽ അതിനുള്ള പ്രതിഷേധമാണ് നോക്കാം. പക്ഷെ ഒരു ചെറിയ കുട്ടീന്റെ അങ്ങാടി നിന്നുകൊണ്ട് അതിന്റെ മാതാവിന്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് തല്ലാൻ തോന്നിയ ആ മനസ്സുണ്ടല്ലോ, അയാളെ പേപ്പട്ടിയെ തല്ലുന്ന പോലെ തച്ചു കൊല്ലണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. അതിനുപോലെ അയാൾ അർഹനല്ല. അത്രയ്ക്ക് മോശമാണ് അയാൾ. മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത ആളാണ്. കേസെടുത്തിട്ടുള്ള പോലീസ് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കില്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള നേതാക്കന്മാരെന്ന് പറയുന്നവൻ ഇവിടെ നേതാക്കന്മാരെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവനൊക്കെ വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത്. എന്തിനാണ് ഇവനൊക്കെ അണികൾ? എന്തിനാണ് ഇവനെയൊക്കെ താങ്ങി നടക്കുന്ന നേതാക്കൾ? എന്തിനാണ് ഇവനെയൊക്കെ പോലുള്ള ഒരു പാർട്ടിക്കാർ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? ജനങ്ങൾ ഒരു പട്ടീന്റെ വില പോലും കൊടുക്കില്ല. അത് സത്യമാണ്. എനിക്ക് എത്രത്തെ രോഷമടക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെ ഇമോഷണലായി ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ വികാരാധീനത എന്നോട് എന്റെ പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക. വേറെ മാർഗമില്ല. ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കാനാണ്? കാര്യം അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത വളരെ വൃത്തികെട്ട ഒരു പരിപാടിയായിപ്പോയി. വളരെ ഭീകരമായ ഒരു അവസ്ഥയായിപ്പോയി. ആ കുട്ടി അവന്റെ ജീവിതകാലം മുഴുവൻ ഓർക്കൂലേ? ജീവിതകാലം മുഴുവൻ അവന്റെ മനസ്സിലുണ്ടാവൂലേ? അത് ഇങ്ങനെ തെരുവിൽ മറ്റുള്ളവരുടെ മുന്നിലിട്ട്, അവന്റെ അമ്മേന്റെ മുന്നിലിട്ടൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ബാക്കിയുള്ള അവിടെ കുറെ എണ്ണം നോക്കിക്കൊണ്ടിരിക്കുക. നേതാവാണത്രേ. കൊടുക്കേണ്ട കർണക്കുട്ടി നോക്കിയിട്ട് അപ്പ കൊടുക്കേണ്ടതായിരുന്നു. അവിടെ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ അവിടെ. ആരായാലും കർണക്കുട്ടിയൊക്കെ പൊട്ടിച്ചൊരു ചവിട്ടും കൊടുക്കണം. ഊരൊക്കെ ഒരു ചവിട്ടും കൊടുത്തിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കയറ് കെട്ടിയിട്ടിട്ട് ചാണകവെള്ളം തണിക്കരുന്നു മേത്ത്. കുറ്റിച്ചൂളിൽ ചാണകം മുക്കി മുഖത്തടിക്കണമായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇവനൊക്കെ ഇതിന് കുറഞ്ഞ ശിക്ഷ അർഹിക്കുന്നില്ല.